മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി പിണറായി വിജയൻ. സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 10 വർഷക്കാലം നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ ഈ നാടിനെ ദ്രോഹിച്ചും കട്ടുമുടിച്ചും കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നുമാണ് നിങ്ങൾ ഈ 10 വർഷം ചിലവഴിച്ചത്. ഇത് കേരളത്തിലെ ജനം മറന്നിട്ടില്ല. അപ്പോഴൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കാൻ ഉള്ളതാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ എപ്പോഴും വൃത്തികെട്ടവന്മാർക്കൊപ്പമായിരുന്നു, നെറുകേടികൾക്കൊപ്പമായിരുന്നു, നെറുകേടുകൾ ചെയ്യുന്ന ആളുകൾക്കൊപ്പമായിരുന്നു. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ കട്ടെടുത്തുകൊണ്ടുപോയി, ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ കട്ടെടുത്തുകൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് തിന്ന് തുലച്ചവന്മാരുടെ ഒപ്പമാണ് നിങ്ങൾ. കേരളത്തിലെമ്പാടും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന അതിജീവിതമാർക്കൊപ്പമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാരമ്പര്യമാണ് നിങ്ങൾ വെച്ച് പുലർത്തിപ്പോരുന്നത്. PT കുഞ്ഞുമുഹമ്മദ് MLA-ക്കെതിരെയും നിങ്ങളുടെ സ്വന്തക്കാരനായ MLA കൊല്ലം MLA-ക്കെതിരെ ലൈംഗിക പീഡന കേസുകളെല്ലാം വന്നിട്ട് നിങ്ങൾ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിനെതിരെ ലൈംഗിക പീഡനം നിങ്ങൾ ആരോപിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി അന്നേ ദിവസം തന്നെ ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജി എഴുതി വാങ്ങിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിയായ KB ഗണേഷ് കുമാർ സ്വന്തം വീട്ടിൽ വെച്ച് വ്യഭിചാരം നടത്തി അന്യസ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുകയും ആ സന്ദർഭം, അതായത് തന്റെ ഭർത്താവിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തന്റെ വീട്ടിൽ വെച്ച് തന്റെ കിടപ്പുമുറിയിൽ കണ്ടപ്പോൾ നിങ്ങളുടെ മകളായ വീണ വിജയനെ വിളിച്ച് വീണ വിജയന്റെ സുഹൃത്തായ ഗണേഷ് കുമാറിന്റെ ഭാര്യ ആ വിഷയം പറഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നിങ്ങളുടെ മകളോട് ഒരു സ്ത്രീ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അത് കേട്ടോ? ഇപ്പോഴും ഗണേഷ് കുമാർ നിങ്ങളുടെ മന്ത്രിസഭയിൽ മന്ത്രിയല്ലേ? നിങ്ങൾ അവളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 3.0 ഭരണം തുടരും എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യാനല്ലാതെ നിങ്ങൾ അവന്മാരോടൊപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സകല വൃത്തികേടുകളും കാണിക്കുന്ന ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ നല്ല നിലപാടുകളുള്ള ആളുകളുടെ കൂടെ കൂടുന്നില്ല. CPM-ൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം. നിങ്ങളുടെ പാരമ്പര്യം CPM-ൽ നിന്ന് CPM-ന്റെ നയവൈകല്യം ഇനിയും സഹിക്കാൻ പറ്റില്ല. ആദർശപരമായ വൈദ്യാനം CPM-നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ 52 വെട്ടിക്കൊല്ലുന്ന ഒരു ശീലമാണ് നിങ്ങൾക്കുള്ളത്. TP ചന്ദ്രശേഖരന്റെ ആ മരണം ഇന്നും കേരളത്തിന്റെ മനസാക്ഷിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ മനസാക്ഷിക്ക് ഏറ്റവും വലിയ മുറിവ് തന്നെയാണ് TP ചന്ദ്രശേഖരന്റെ വധം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് CPM-കാരാണ്. ഇന്നും ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുന്നവരിൽ CPM നേതാക്കളുണ്ട്, CPM പ്രവർത്തകരുണ്ട്, CPM-ന്റെ കൊട്ടേഷൻ അംഗങ്ങളുമുണ്ട്. ഞങ്ങൾ കേരളത്തിലെ ബഹുജനങ്ങൾക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്, അവന്മാർക്കൊപ്പമാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞ് സമയം കളയലല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? അടുത്തൊരു സർക്കാർ വരികയാണെങ്കിൽ തീർച്ചയായും UDF-ന്റെ സർക്കാരാണെങ്കിൽ അത് എല്ലാ പക്ഷക്കാരുടെയും സർക്കാരായിരിക്കും, അവന്റെയും അവളുടെയും ഒപ്പം നിൽക്കുന്ന സർക്കാർ തന്നെയായിരിക്കും. നിങ്ങൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസിന്റെ വലിയ മുളപടി കൊണ്ടും കയ്യിൽ കിട്ടിയ പൂച്ചട്ടി, ചെടിച്ചട്ടി മുതലായ വസ്തുക്കൾ വെച്ച് ആ കുട്ടികളുടെ തല തല്ലിപ്പൊളിക്കുന്നതായിരുന്നില്ലേ രക്ഷാപ്രവർത്തനം? എന്നിട്ട് നിങ്ങൾ അതിനെ ബസിന്റെ മുന്നിൽ നിന്ന് നവകേരള യാത്ര നടത്തുമ്പോൾ ആ ബസിന്റെ മുന്നിലിരുന്ന് ഞാൻ കണ്ട ദൃശ്യങ്ങളാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീമ്പടിച്ചില്ലേ? കേരളം മുഴുവൻ, ലോകം മുഴുവൻ ആ ചിത്രം കണ്ട് നടുങ്ങിത്തരിച്ചു നിന്നു. പ്രതിഷേധിച്ച കുട്ടികളെ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നത് നിങ്ങളുടെ DYFI പ്രവർത്തകരും നിങ്ങളുടെ പോലീസുകാരും തന്നെയായിരുന്നു. അപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നു ഞാൻ കണ്ടതാണ് അവിടെ രക്ഷാപ്രവർത്തനമാണ് നടന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കള്ളം പറയുകയും നെറുകെട്ട ആളുകൾക്കൊപ്പം എന്നും കൂടെ നിൽക്കുകയും ശബരിമലയിലെ സ്വർണം കളവ് നടത്തിയ ആളുകൾക്കൊപ്പം നിൽക്കുകയും ശബരിമല ശാസ്താവിന്റെ ദ്വാരപാലക ശില്പപാളികൾ കട്ടെടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് വിറ്റ്
സമ്പാദ്യമുണ്ടാക്കിയ ആളുകൾക്കൊപ്പം നിൽക്കുകയും അതിന്റെ കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന നിങ്ങളുടെ മന്ത്രിമാരാണ്, നിങ്ങളുടെ MLA മാരാണ്, നിങ്ങളുടെ നേതാക്കന്മാരാണ്. വി.ഡി. സതീശൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച വാക്കുകളാണ് ഇത്രയും. ഞങ്ങൾ നെറുകേടിന്റെ ഒപ്പമല്ല എന്നാണ് വി.ഡി. സതീശൻ തുറന്നടിച്ചു പറഞ്ഞത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. നിങ്ങൾ കേരളത്തിലെ നെറുകേടുകളുടെ പര്യായമായി മാറിയിരിക്കുന്നു സഖാവ് പിണറായി വിജയൻ എന്നാണ് വി.ഡി. സതീശൻ പിണറായി വിജയൻ അഭിസംബോധന ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. വി.ഡി. സതീശൻ CPM സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെയും സ്ത്രീപീഡകരുടെ പക്ഷത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞങ്ങള് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താ രക്ഷാപ്രവർത്തനം? രാഹുൽ ഗാന്ധി പറഞ്ഞു 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഗ്യാരണ്ടിയാണ്, അല്ലേ? ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലാതെ ചെടിച്ചട്ടി കൊണ്ടും സെക്യൂരിറ്റി ഗാർഡിന്റെ വടി കൊണ്ടും ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളവരെ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി പിണറായി വിജയൻ. സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ 2 കൊല്ലം MLA-ക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. ഈ മുഖ്യമന്ത്രി എന്താ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുള്ളപ്പോ ഗണേഷ് കുമാറിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. എല്ലാവരും പറയും കുടുംബ പ്രശ്നം. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ഗണേശനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗണേശന്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പൊ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശന്റെ ഉണ്ടായി. അപ്പൊ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ് നിങ്ങൾ. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി പിണറായി വിജയനുള്ള.